പടയണിക്ക് നല്ല പാള കിട്ടാൻ നല്ല കമുകിൻ തൈ വിതരണം ചെയ്ത കേരള ഫോക്ലോർ അക്കാദമി കേരള കാർഷിക സർവകലാശാലയുടെ സഹായത്തിലാണ് 40ഓളം പടയണി കലകൾക്ക് കമുകിൻ തൈകൾ വിതരണം ചെയ്തത്. നല്ല പച്ചപ്പാള ഉപയോഗിച്ചാണ് പടയണിക്ക് കോലങ്ങൾ തയ്യാറാക്കുന്നത്. പച്ചപ്പാള ചെത്തിയൊരുക്കിയാണ് പടയണിക്കോലങ്ങൾ വരയ്ക്കുന്നത്. മുമ്പ് നാട്ടിൻപുറങ്ങളിൽ സുലഭമായി പാള ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പാള ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മംഗള പോലെയുള്ള കമുകിലെ പാളകൾ ഉപദ്രവമായതോടെയാണ് കേരള ഫോക്ലോർ അക്കാദമി നല്ല കാസർഗോഡൻ നാടൻ കമുകിൻ തൈ എത്തിച്ചത്. ആദ്യ പരീക്ഷണമാണ്. സർവകലാശാല തന്നെയാണ് തൈകൾ എത്തിച്ചത്. ഓരോ കരയ്ക്കും ആദ്യഘട്ടമായി 100 തൈകൾ, 40-ലധികം കരകൾക്ക് തൈകൾ. കൾട്ട് കൾച്ചർ അഗ്രികൾച്ചർ എന്ന കേരള കാർഷിക സർവകലാശാലയുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പടയണി ഷൂട്ട് ചെയ്യാൻ വന്നു. പടയണിയുടെ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ വന്നു. അപ്പോഴാണ് പാളയുടെ ദൗർലഭ്യം ഇവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ പുതിയ വെറൈറ്റികളായിട്ടുള്ള മംഗള, മോഹിത് നഗർ, സുമംഗള എന്നുള്ള വെറൈറ്റികൾക്കൊക്കെ അതിൻ്റെ പാളയ്ക്ക് വലിപ്പമില്ല. അപ്പോൾ ഈ പാളയുടെ വലിപ്പം ഇപ്പോൾ ഉള്ളത് കാസർഗോഡൻ ലോക്കൽ അല്ലെങ്കിൽ രത്നഗിരി ലോക്കൽ, ദക്ഷിണ കന്നഡ വെറൈറ്റീസിനാണ് ഈ പാള വലിപ്പമുള്ളത്. ഇപ്പോൾ കേരള കാർഷിക സർവകലാശാല ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിലെ 41 കരകളിലേക്ക് 100 കാസർഗോഡൻ ലോക്കൽ വെറൈറ്റികൾ ഈ പടയണി സംഘങ്ങൾക്കായിട്ട് നമ്മൾ വിതരണം ചെയ്തിരിക്കുകയാണ്. പടയണി ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് വന്നപ്പോഴാണ് കമുക് പടയണിയുടെ സാംസ്കാരിക വൃക്ഷമെന്ന് സംഗീതജ്ഞൻ ശ്രീവത്സൻ മേനോൻ അടക്കമുള്ളവർക്ക് വ്യക്തമായത്. നല്ല കമുകുകൾ നാട്ടിൽ നിന്ന് അന്യമാകുന്ന ഒരു കാലത്താണ് കേരള കാർഷിക സർവകലാശാലയുടെ കൾട്ട് കൾച്ചർ അഗ്രികൾച്ചർ എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഫോക്ലോർ അക്കാദമി കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടുകൂടി പടയണിക്കളങ്ങളിൽ കമുകെത്തിക്കുക എന്ന വലിയൊരു ഉദ്യമത്തിന് ഒരു കാവിന് 100 കമുക് എന്ന ഒരു സങ്കല്പത്തിൽ എല്ലാ കാവുകളിലും 46ഓളം കാവുകളിൽ കമുകുകൾ നൽകുകയായിരുന്നു. ഇന്ന് പടയണി ഗ്രാമങ്ങളിലെ കമുകിൻ തൈ നട്ടുപിടിപ്പിക്കുമ്പോൾ അടയ്ക്ക എന്ന സ്വപ്നം വിദൂരത്ത് പോലുമല്ല. പകരം പടയണിക്കായുള്ള നല്ല പച്ചപ്പാളയാണ് ലക്ഷ്യം വെക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.